ഹലോ മക്കളെ, കുറച്ച് ദിവസം കൊണ്ടേ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. കുറേ ദിവസം കൊണ്ടേ എനിക്ക് സുഖമില്ലാതെയൊക്കെ ആയിപ്പോയി. അത് മൊത്തം വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ദീപക്കിൻ്റെ ആത്മഹത്യ. അത് വല്ലാതെ അങ്ങ് എൻ്റെ മനസ്സിനെ തളർത്തി. ആകെ മനസ്സിന് എപ്പോഴും അസ്വസ്ഥതയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എപ്പോഴും ആ മോൻ്റെ മുഖം ഇങ്ങനെ എപ്പോഴും നിഷ്കളങ്കമായ ആ ബസ്സിൽ നിൽക്കുന്ന മുഖം എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മൊത്തം ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. ആ മോന് വേണ്ടി ഒരുപാട് മക്കൾ പിന്നെ ഓരോ ചാനലുകളിൽ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഒരുപാട് വേദനയോടെ എല്ലാ മക്കളും, ആൺമക്കളും പെൺമക്കളും എല്ലാം വേദനയോടെ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കും പറയണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗമില്ലാത്ത കാര്യം ചുമ്മാ പറഞ്ഞതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. ഇത് ഈ ദുഷ്ടതരങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നുമല്ല. നമ്മളിനി അവരെ വേദനിപ്പിക്കാനെന്നോ അവരെ വിഷമിപ്പിക്കാനെന്നോ പറഞ്ഞ് നമ്മൾ പറയുന്നതൊന്നും അവർക്ക് യാതൊരു വിധത്തിൽ ഉള്ള വിഷമങ്ങളോ വേദനയോ മാനക്കേടോ ഒന്നും അവർക്ക് ഉണ്ടാകത്തില്ല. നമ്മളെ വിഷമം കൊണ്ട് നമ്മളവർക്ക് രണ്ട് വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ ചെയ്യുമ്പോൾ അവരൊന്ന് മാനം കെടും, അല്ലെങ്കിൽ ഒന്ന് വിഷമിക്കുമെന്ന്. അത് വെറുതെയാണ്. മാനമുള്ളവർക്കല്ലേ മാനക്കേടുണ്ടാകത്തുള്ളൂ. ചീത്ത പറഞ്ഞത് കൊണ്ട് അവർക്കൊന്നും തോന്നില്ല. അവർക്കതൊരു താരാട്ട് പാട്ട് പോലെ അവർക്ക് അത് തോന്നത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിക്കാറുണ്ട്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ ചുമ്മാ പറഞ്ഞ് നമ്മൾ മാനം കെടാന്നല്ലാതെ അവരെ മാനക്കേടെന്തരെന്നറിഞ്ഞൂടാത്തവരെ ഇത് അവർക്ക് ബാധകമല്ല. പിന്നെന്തിന് ചുമ്മാ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്ത് പറയാൻ? ഇതാണ് നമ്മുടെ അവസ്ഥ. മനുഷ്യൻ എന്തെല്ലാം ക്രൂരതകളിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരെന്താണ് ചെയ്യുന്നതെന്ന് പോലും തിരിച്ചറിവും ബോധവും ഇല്ലാതെ ഓരോന്ന് ചെയ്യുന്നവരെ തിരുത്താനൊന്നും ആർക്കും കഴിയില്ല. അവരിങ്ങനെ ഒരു പാഴായ ജന്മം പോലെ കുറേ എണ്ണം ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിഷ്കളങ്കരായ മനുഷ്യരകപ്പെട്ടു പോയി അവരില്ലാതെയായിപ്പോവും. അത് അവർക്കൊരു കളിയാണ്. അവർക്കതൊരു വിനോദമാണ്. ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നാണ് അവരൊരു സന്തോഷം കണ്ടെത്തുന്നത്. അതിന് ഇനിയിപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വീഡിയോ 2-3 ഇതായിട്ടാണ് ഞാൻ ഇടുന്നത്, വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അത് എല്ലാവരും കാണണം കേട്ടോ മക്കളെ.